നമസ്കാരം. ഗുരുപൂർണിമാ ദിനത്തിൽ വിരമിച്ച ഗുരുവര്യന്മാരെ ആദരിച്ചു. അവരുടെ പാദം കഴുകി അവരെ പൂജിച്ചു, പൂവിട്ട് പൂജിച്ചു. മാതൃപൂജ, ഗുരുപൂജ, പിതൃപൂജ, ആചാര്യപൂജ ഒക്കെ തന്നെ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കൃതിയുടെ പാരമ്പര്യമാണ്. ആ ഗുരുക്കന്മാരെ മാതാപിതാ ഗുരുർദൈവം എന്നുള്ള ആ ഒരു ആപ്തവാക്യം ഹൃദയത്തിലേറ്റിക്കൊണ്ട് ആ കുട്ടികൾ അത് ചെയ്തതിനെതിരെ ബാലാവകാശ കമ്മീഷനാണ് ഇപ്പോൾ SF സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പരാതി നൽകിയിരിക്കുന്നത്. ഇവർക്ക് ഗുരുപൂജ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെ ആക്രമിക്കുക, അവരുടെ വണ്ടി തടഞ്ഞ് കാറ്റഴിച്ചു വിടുക, അവരുടെ കസേര കത്തിക്കുക, അതുപോലെ തന്നെ അവർക്ക് കുഴിമാടമൊരുക്കുക, അവരെ ചീത്ത വിളിക്കുക, അവരെ ഖൊരാവോ ചെയ്യുക, അവരെ മർദ്ദിക്കുക. ഗുരുക്കന്മാരെ കയറി പിടിക്കുന്നതും അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും ഒക്കെ SFIക്കാർ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ച കോളേജിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അന്നേ ഉണ്ട് ഈ അധ്യാപകരെ ഇത്തരത്തിൽ വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവർക്ക് ഇതാണ് സംസ്കാരം. അതാണ് ബാലാവകാശ കമ്മീഷൻ പരാതി നൽകിയത്. അതുപോലെ ഇവിടെ ബാലന്മാരൊക്കെ അനുഭവിക്കുന്ന, കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ ഏതെങ്കിലും ഒരു ശബ്ദം SFI ഉയർത്തിയതായി നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇവിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ത് ശബ്ദമാണ് ഇവർ ഉയർത്തിയത്? ഏതെങ്കിലും തരത്തിൽ ഇവർ ഇടപെട്ടതായി അറിയില്ല. കലാപത്തിനും അടിപിടിക്കും ഗവർണറെ തടയാനും അല്ലെങ്കിൽ സർവകലാശാലകൾ ഇല്ലാതാക്കാനും അല്ലാതെ വിദ്യാഭ്യാസപരമായ, സംസ്കാരപരമായ, വിദ്യാഭ്യാസത്തിന് ഗുണമേകുന്ന തരത്തിലുള്ള എന്ത് പ്രവർത്തനമാണ് SFI ഇതുവരെ ഇത്രയും കാലത്തിനിടയ്ക്ക് നടത്തിയത് എന്ന് നമുക്കറിയില്ല, ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പ്രതിസന്ധി ഉണ്ടാക്കാനും മാത്രമേ ഇവർക്കറിയൂ. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും തലയിൽ കയറി കലാപം ഉണ്ടാക്കുകയും തല്ലിപ്പൊളിക്കുകയും സ്കൂളുകൾ അടിച്ചു തകർക്കുകയും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ കയറി പ്രതിസന്ധി ഉണ്ടാക്കുകയും കോളേജുകൾക്ക് കല്ലെറിയുകയും വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ മാത്രം മതിയാവുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. SFIക്കാണ് ഇപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുന്നത്. കുട്ടികളെ കൊണ്ട് ഗുരുക്കന്മാരുടെ കാല് കഴിച്ചു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് കിടന്നുകൊണ്ട്. ഭാരതീയ സംസ്കൃതി പ്രകാരമുള്ള ഒരു കർമ്മം മാത്രമേ ചെയ്തുള്ളൂ. അതിന് സന്നദ്ധരായി തയ്യാറായി വന്നവരാണ് ആ അധ്യാപകരും ഒക്കെ തന്നെ. ഇവിടെ അധ്യാപകർക്ക് കുഴിമാടം തീർക്കുകയും കസേര കത്തിക്കുകയും അധ്യാപകരെ ഖരാവോ ചെയ്ത് മുറിയിൽ പൂട്ടിയിടുകയും ഒക്കെ ചെയ്യുന്ന ഇവന്മാർക്ക് ഇത്തരം നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ചൊറിയും. അത് സ്വാഭാവികമാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭാരതി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. SFIയുടെ നേതൃത്വത്തിലോ CPMന്റെ നേതൃത്വത്തിലോ ഏതെങ്കിലും ഒരു സ്കൂളോ ഒരു അംഗനവാടിയോ അല്ലെങ്കിൽ ഒരു നഴ്സറിയോ ആരെങ്കിലും തുടങ്ങിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറി SFIക്കാരും DYFIക്കാരും തോന്നിയാസം കാണിക്കുന്നതല്ലാതെ, പൊതുവിദ്യാലയങ്ങളിൽ കയറി തോന്നിയാസം കാണിക്കുന്നതല്ലാതെ അവരുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഉണ്ടാക്കാനോ ഒരു വിദ്യാലയം പണിയാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സംഭാവന നൽകാനോ ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കോ കേരള സ്റ്റുഡൻസ് യൂണിയനോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. AISFനും കഴിഞ്ഞിട്ടില്ല. അത് ഇവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രത്യേക വിവിധ ക്ഷേത്രമായ വിദ്യാഭാരതിയിലൂടെയും ABVPയുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ ഒക്കെ തന്നെ സഹായത്തോടെ കേരളത്തിലടക്കം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ട് സഹിക്കാതായി കഴിഞ്ഞാൽ, അതുമല്ല ആ സ്കൂളിന്റെ സംസ്കാരമാണ് ചെയ്യുന്നത്. ആ സ്കൂള് അതിന്റെ മാനേജ്മെന്റും അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതിലെ രക്ഷിതാക്കളും അവർക്കാർക്കുമില്ലാത്ത ബുദ്ധിമുട്ട് ഇവർക്കെന്തിനാണ്? അതും ഒരു നല്ല കാര്യം കണ്ടിട്ട് ഒരു നല്ല പൂ കാണുകയാണെങ്കിൽ അത് നല്ല പൂവാണ് എന്ന് പറയാനുള്ള ആണത്തവും തന്റേടവും കാണിക്കണം. അല്ലാതെ അതിനിടയിലൂടെ ബാലാവകാശ കമ്മീഷന് പരാതി നൽകി പണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടില് റെയ്ഡിന് ചെന്നപ്പോൾ, NIA റെയ്ഡിന് ചെന്നപ്പോൾ അവിടെ ബാലാവകാശ കമ്മീഷനൊക്കെ കൂടിയെത്തി. അതുപോലുള്ള ബാലാവകാശ കമ്മീഷൻ ആയിരിക്കും ഇത്. എന്തുമാകട്ടെ, കേസെടുക്കുമായിരിക്കും. എന്നാൽ പോലും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായുള്ള ഒരു ചടങ്ങ് അവിടെ നടത്തിയതിന് ഇവർക്ക് എന്താണ്? ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ എതിരെ പരാതി നൽകാൻ പോയി കഴിഞ്ഞാൽ ഇവന്മാർ എവിടെ ചെന്ന് നിൽക്കും? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ഭാരതീയമായ ചിന്താഗതി പുലർത്തുന്നവർ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ ഇവർ കയറി ഇടപെടുകയാണ്. മാത്രമല്ല, ഇതിപ്പോൾ ഒരു മദ്രസയിലോ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലോ അവരുടെ മതാചാര പ്രകാരം ഒരു ചടങ്ങാണ് നടന്നത് എന്നിരിക്കട്ടെ, മുഴുവന്മാർ മിണ്ടില്ല. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഇതുപോലെ തന്നെ അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടെങ്കിൽ അവരുടെ ആചാരപ്രകാരം, മതാചാരപ്രകാരം എന്തെങ്കിലും ഒരു ചടങ്ങ് അവിടെ നടന്നു എന്നിരിക്കട്ടെ, മിണ്ടില്ല. ഇതിപ്പോൾ ഹിന്ദുവിന്റെ ആചാരപ്രകാരം ഒരു ചടങ്ങ് നടന്നപ്പോഴത്തേക്കും CPMകാർക്കും SFIക്കാർക്കും DYFIക്കാർക്കും ഒക്കെ അങ്ങ് ഇളകി. ആ ഇളക്കം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇവിടെ നടക്കാനുള്ളതൊക്കെ നടക്കും. ഭാരതാംബയെ വെച്ച് പൂജിക്കും. ഇവിടെ ഭാരതീയ സംസ്കൃതി പ്രകാരമുള്ള ചടങ്ങുകൾ വിദ്യാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ നടത്തും. അതിന് ഇവന്മാർ ബാലാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ ഏത് കമ്മീഷന് പരാതി കൊടുത്താലും അതിന് കൃത്യമായ മറുപടി കൊടുക്കാനും നിയമ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് അതിന് മറുപടി നൽകാനും ഒക്കെ തന്നെ ഇവിടെയുള്ള ഹൈന്ദവ സംഘടനകൾക്കും ഹൈന്ദവ സംഘടനാ പ്രവർത്തകർക്കും